അനുരാഗമഴ. ആഗസ്റ്റ് മാസത്തിലെ ആ പ്രഭാതത്തിന് കൊച്ചിയുടെ സാധാരണ ആൾത്തിരക്കിലേക്ക് അമരുന്നതിന് മുൻപുള്ള ഒരു തണുപ്പും ഈർപ്പവും ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ തോരാതെ പെയ്ത മഴ തോപ്പുംപടി പാലത്തിന്റെ ഇരുമ്പ് കൈവരികളിൽ വെള്ളത്തുള്ളികളെ തങ്ങി നിർത്തിയിരുന്നു. കായലിൽ നിന്ന് അടിച്ചു വീശുന്ന നനഞ്ഞ കാറ്റ് ഇടയ്ക്കിടെ വന്ന് കാറുകളുടെ വിൻഡോ ഷീൽഡിൽ ചെറിയ തുള്ളികൾ വീണ്ടും പടർത്തി. തന്റെ കറുത്ത സെഡൻ കാറിന്റെ സ്റ്റിയറിംഗിൽ കൈകൾ അമർത്തിപ്പിടിച്ച് മാധവ് റോട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചു. FM റേഡിയോയിലെ ഏതോ പഴയ മലയാളം പാട്ടിന്റെ ഈണം വളരെ പതുക്കെ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും മാധവിന്റെ മനസ്സ് നിറയെ അന്നത്തെ ദിവസത്തെ ഷെഡ്യൂളുകളായിരുന്നു. കൊച്ചി ഇൻഫോ പാർക്കിന് സമീപം വരാൻ പോകുന്ന പുതിയ ഹൈറൈസ് വാണിജ്യ സമുച്ചയത്തിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ഫൈനലൈസ് ചെയ്യേണ്ടത് ഇന്നാണ്. കഴിഞ്ഞ 6 മാസമായി അവൻ അധ്വാനിക്കുന്ന പ്രൊജക്റ്റാണത്. 32 വയസ്സുകാരനായ മാധവ് കൊച്ചിയിലെ പ്രമുഖ ഡിസൈൻ ഫോമായ ഡിസൈൻ ക്രാഫ്റ്റ് പങ്കാളിയും ചീഫ് ആർക്കിടെക്റ്റുമാണ്. ജോലിയിൽ കണിശതയുള്ള, അധികം സംസാരിക്കാത്ത, എന്നാൽ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ വളരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവക്കാരൻ. അവന്റെ ശാന്തമായ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു ഉറച്ച നിലപാടുണ്ടെന്ന് അവനെ അറിയുന്നവർക്കെല്ലാം അറിയാം. കാർ കമ്പനി കോമ്പൗണ്ടിലേക്ക് തിരിച്ചു കയറ്റുമ്പോൾ തന്നെ ഡാഷ്ബോർഡിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഡിസ്പ്ലേയിൽ ഹരിയുടെ പേര് തെളിഞ്ഞു. മാധവിന്റെ ചെറുപ്പകാലം മുതലുള്ള കൂട്ടുകാരനും ഡിസൈൻ ക്രാഫ്റ്റിന്റെ മാനേജിംഗ് പാർട്ട്ണറുമാണ് ഹരി. പറയടാ ഹരി, മാധവ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ ടാപ്പ് ചെയ്തു പറഞ്ഞു. എടാ മാധവേ, നീ എവിടെ എത്തി? കൊച്ചിൻ പ്രൊജക്ടിന്റെ ഇന്റീരിയർ കോൺസെപ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ പുതിയ ഡിസൈനർ വന്നിട്ടുണ്ട്. ബോർഡ് റൂമിൽ ക്ലയൻസിന്റെ ആളുകൾ 10 മണിക്കെത്തും. നീ വേഗം വാ. ഹരിയുടെ ശബ്ദത്തിൽ പതിവ് പോലെ ഒരു സജീവതയുണ്ടായിരുന്നു. ദാ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. 5 മിനിറ്റ്, ഞാൻ ഫ്ലോറിലുണ്ടാകും. നീ ആ ഡ്രോയിങ്സിന്റെ പ്രിന്റുകൾ റെഡിയാക്കി വെക്കാൻ അനന്യയോട് പറ. മാധവ് ഫോൺ വിച്ഛേദിച്ച് വണ്ടി ഓഫാക്കി. ലിഫ്റ്റ് 4th ഫ്ലോറിലേക്ക് ഉയർന്നപ്പോൾ മാധവ് തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം 9:45. ലിഫ്റ്റിന്റെ ഡോറുകൾ തുറന്നപ്പോൾ തന്നെ ഡിസൈൻ ക്രാഫ്റ്റിന്റെ വിശാലമായ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഓഫീസ് അന്തരീക്ഷമാണ് മുന്നിൽ തെളിഞ്ഞത്. ചില്ലുഭിത്തികൾക്ക് അപ്പുറം ജീവനക്കാർ തങ്ങളുടെ വർക്ക് സ്റ്റേഷനുകളിൽ പ്രഭാതത്തിലെ ജോലി തിരക്കുകളിലേക്ക് കടന്നിരുന്നു. എന്നാൽ ഇന്ന് അവിടെ പതിവില്ലാത്ത ഒരു ചെറിയ കോലാഹലം നടക്കുന്നുണ്ടായിരുന്നു. പാൻട്രിയുടെ ഭാഗത്തുള്ള ഒരു വലിയ ക്രിയേറ്റീവ് ബോർഡിന് മുന്നിൽ നിന്ന് ആരോ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. ബ്രോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ സമയത്ത് ഈസ്റ്റ് ആംഗിളിൽ നമ്മൾ ഈ രീതിയിൽ കർട്ടൻ വാൾ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വെളിച്ചം മുഴുവൻ നേരിട്ട് ഡെസ്കുകളിലേക്ക് അടിക്കും. അത് വർക്ക് അറ്റ്മോസ്ഫിയറിന് നല്ലതല്ല. അവിടെ സൺഷെയ്ഡുകൾ വെക്കുന്നതിന് പകരം വെർട്ടിക്കൽ പ്ലാന്റേഷൻ കൊടുത്താൽ നാച്ചുറൽ ലൈറ്റും കിട്ടും, ചൂടും കുറയും. ഈ മാപ്പ് ഒന്ന് നോക്കൂ. ആ ശബ്ദത്തിൽ ഒരു പ്രത്യേക തരം തെളിച്ചവും വ്യക്തിഗതയും ഉണ്ടായിരുന്നു. നാടകീയതയില്ലാത്ത, കാര്യം അത്ര പ്രസക്തമായ, എന്നാൽ കേൾക്കുന്നയാളെ ആകർഷിക്കുന്ന ഒരു ശബ്ദം. മാധവ് സാവധാനം അങ്ങോട്ടേക്ക് നടന്നു. കയ്യിലൊരു വലിയ A1 സൈഡ് ഡ്രോയിങ് ഷീറ്റും മറ്റേ കയ്യിൽ പകുതി കുടിച്ച കോഫി ഗ്ലാസുമായി നിൽക്കുകയാണ് ആ പെൺകുട്ടി. സാധാരണ കോർപ്പറേറ്റ് വസ്ത്രധാരണ രീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്ന്. ഒരു ലളിതമായ കോട്ടൺ കുർത്തയും ജീൻസും, പുറത്തേക്ക് അല്പം അലസമായി വീണുകിടക്കുന്ന നീണ്ട മുടിയും. കണ്ണുകളിൽ കട്ടിയുള്ള മഷി പടർന്നിട്ടുണ്ട്. മുഖത്ത് ഏതോ ആശയത്തെക്കുറിച്ച് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ആവേശമുണ്ട്. ഓഫീസിലെ സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ശിവൻ ചേട്ടൻ അവളെ അത്ഭുതത്തോടെയും അല്പം ആശയക്കുഴപ്പത്തോടെയും നോക്കി നിൽക്കുകയാണ്. ഇതാണ് ദിയ. പിന്നിൽ നിന്ന് ഹരിയുടെ ശബ്ദം കേട്ട് മാധവ് തിരിഞ്ഞു നോക്കി. ഹരി അവന്റെ തോളിൽ പതുക്കെ തട്ടി തുടർന്നു. നമ്മൾ ബാംഗ്ലൂർ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ റിക്വസ്റ്റ് കൊടുത്ത പുതിയ ഇന്റീരിയർ ആർക്കിടെക്ട് ബെസ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡലോടെ പാസ്സായതാണ്. വർക്കിൽ പക്ക പ്രൊഫഷണലാണ്. പക്ഷേ ആളെ കണ്ടില്ലേ? വന്ന അന്ന് തന്നെ ശിവൻ ചേട്ടനെ ക്ലാസ് എടുക്കുകയാണ്. മാധവ് പുഞ്ചിരിച്ചു. അവൻ തന്റെ ശ്രദ്ധ വീണ്ടും ദിയയിലേക്ക് തിരിച്ചു. അവൾ താൻ വരച്ച പ്ലാൻ പേപ്പറിൽ വീണ്ടും വീണ്ടും പെൻസിൽ കൊണ്ട് ചില വരകൾ വരച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ആ വരകളിൽ ഒരു കലാകാരിയുടെ കൃത്യതയും അതേസമയം ഒരു എഞ്ചിനീയറുടെ ബുദ്ധിയും ഒരുപോലെ നിഴലിച്ചിരുന്നു. ദിയ, ഹരി അവളെ ഉറക്കെ വിളിച്ചു. അവൾ സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി. കയ്യിലെ ഡ്രോയിങ് ഷീറ്റ് മടക്കി പിടിച്ച് അവൾ അവർക്ക് നേരെ നടന്നു വന്നു. ദിയ, ഇത് മാധവ്, ഞങ്ങളുടെ ചീഫ് ആർക്കിടെക്ട് ആൻഡ് ഫൗണ്ടർ. ഹരി പരിചയപ്പെടുത്തി. ദിയ മാധവിനെ നേരിട്ട് നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം കുസൃതി കലർന്ന ഒരു ആത്മവിശ്വാസം മിന്നിമറിഞ്ഞു. അവൾ കൈനീട്ടി. ഹലോ സാർ, ഞാൻ ദിയ. പ്രൊജക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇന്നലെ നൈറ്റ് ഇമെയിൽ കണ്ടിരുന്നു.
ബേസിക് ഇന്റീരിയർ ലേഔട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നി. അതാണ് ശിവൻ ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവൾ വളരെ സ്വാഭാവികമായി പറഞ്ഞു. മാധവ് അവൾക്ക് കൈ കൊടുത്തു. അവളുടെ കൈകളിൽ ഡ്രോയിങ് ഷീറ്റിൽ നിന്നുള്ള പെൻസിൽ കരിയുടെ ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. ഹലോ ദിയ. മാധവിന്റെ ശബ്ദം ശാന്തമായിരുന്നു. പിന്നെ ഇവിടെ വിളിയിൽ സാർ എന്ന പ്രയോഗം നിർബന്ധമില്ല, മാധവ് എന്ന് വിളിച്ചാൽ മതി. വി വർക്ക് ആസ് എ ടീം ഹിയർ. പിന്നെ നീ പറഞ്ഞ വർക്കിൽ പ്ലാന്റേഷൻ ഐഡിയ, ഐ ലൈക്ക് ഇറ്റ്. ഇത് ആർക്കിടെക്ചറലി പോസിബിൾ ആണ് എന്ന് നമുക്ക് ബോർഡ് റൂമിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ദിയയുടെ മുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. താങ്ക്സ് മാധവ്. ആ നിമിഷത്തിൽ അവൾ തന്റെ പേര് വിളിച്ചപ്പോൾ മാധവനെന്തോ ഒരു പുതിയ അനുഭവം തോന്നി. എന്നും കേൾക്കുന്ന സ്വന്തം പേര് തന്നെയാണെങ്കിലും അവൾ വിളിച്ചപ്പോൾ അതിനൊരു പ്രത്യേക ലയമുള്ളതുപോലെ. അവൻ പെട്ടെന്ന് തന്റെ ഭാവം വീണ്ടെടുത്തു. ഹരിക്ക് നേരെ തിരിഞ്ഞു. ഹരി, വി ആർ റണ്ണിങ് ലേറ്റ്. ബോർഡ് റൂമിലേക്ക് നടക്കാം. അടുത്ത 2 മണിക്കൂർ ബോർഡ് റൂം തികച്ചും പ്രൊഫഷണലായ ഒരു യുദ്ധക്കളമായിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള പ്രമുഖ ക്ലയന്റുകളും അവരുടെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘത്തിനു മുന്നിൽ മാധവ് തന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു. 3D മോഡലുകളും ഘടനാപരമായ രൂപരേഖകളും അവർക്ക് മുന്നിൽ തെളിയുമ്പോൾ മാധവിന്റെ ഓരോ വാക്കിലും അവന്റെ പരിചയ സമ്പത്തും ജോലിയോടുള്ള അർപ്പണബോധവും വ്യക്തമായിരുന്നു. സങ്കീർണമായ സാങ്കേതിക ചോദ്യങ്ങൾക്ക് പോലും അവൻ വളരെ ശാന്തമായി തികഞ്ഞ വ്യക്തതയോടെ മറുപടി നൽകി. ക്ലയൻസ് പ്ലാനിൽ വളരെ സംതൃപ്തരായിരുന്നുവെങ്കിലും ഇന്റീരിയർ സങ്കല്പങ്ങളെക്കുറിച്ച് അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മാധവ് ദിയയ്ക്ക് സംസാരിക്കാൻ ആദ്യമൊന്ന് പതറുമെന്ന മാധവിന്റെ വിചാരം തെറ്റിച്ചുകൊണ്ട് ദിയ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പ്രസന്റേഷൻ എടുത്തു. ഒരു കെട്ടിടത്തിന്റെ അകത്തളം എന്ന് പറയുന്നത് വെറും ചുവരുകളും ഫർണിച്ചറുകളും മാത്രമല്ല. ദിയ സ്ലൈഡുകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു. അത് അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് ശ്വസിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായി മാറ്റണം. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്വാഭാവിക വെളിച്ചവും വായുസഞ്ചാരവും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഞാനിതിന്റെ ലേഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവൾ ഓരോ സ്ഥലത്തെക്കുറിച്ചും വിഭാവനം ചെയ്ത രീതികൾ വിവരിച്ചപ്പോൾ മാധവ് അവളിൽ തന്നെ കണ്ണുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. കാര്യങ്ങളെ സമീപിക്കുന്നതിൽ അവൾക്കുള്ള വേറിട്ട കാഴ്ചപ്പാട് അവനെ അത്ഭുതപ്പെടുത്തി. തികച്ചും പ്രായോഗികവും അതേസമയം സൗന്ദര്യാത്മകവുമായ നിർദ്ദേശങ്ങൾ ക്ലയന്റുകൾക്ക് ആ നിർദ്ദേശങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് കരാറിൽ ഒപ്പുവെക്കുവാൻ സമ്മതിച്ചപ്പോൾ ഹരി സന്തോഷത്തോടെ മാധവിനെ നോക്കി കണ്ണു കാണിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധവ് ദിയയുടെ അടുത്തേക്ക് വന്നു. വെരി ഗുഡ് പ്രസന്റേഷൻ ദിയ. പ്രത്യേകിച്ച് ആ നാച്ചുറൽ വെന്റിലേഷൻ കോൺസെപ്റ്റ് ക്ലയന്റിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ അഭിനന്ദിച്ചു. താങ്ക് യു മാധവ്. ദിയ തന്റെ ലാപ്ടോപ്പ് ബാഗിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. മാധവിന്റെ ആർക്കിടെക്ചറൽ ബേസ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇന്റീരിയറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ കപടതയുടെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. തികച്ചും ആത്മാർത്ഥമായ ഒരഭിനന്ദനം. മാധവ് അതിന് മറുപടിയായി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. പക്ഷേ അവന്റെ ഉള്ളിൽ ഏതോ ഒരു മഞ്ഞുപാളി അലിയുന്നത് പോലെ തോന്നി. വൈകുന്നേരമായപ്പോഴേക്കും കൊച്ചിയിൽ മഴ വീണ്ടും ശക്തമായിരുന്നു. ഓഫീസിലെ ഗ്ലാസ് ജനലുകളിൽ പുറത്തെ തെരുവ് വിളക്കുകളുടെ വെളിച്ചം മഴത്തുള്ളികളിലൂടെ പടർന്ന് ഒരു മങ്ങിയ ചിത്രം പോലെ കാണപ്പെട്ടു. 5:30 ജീവനക്കാരെല്ലാവരും ഓരോരുത്തരായി വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങി. ഹരിയും ഒരു സൈറ്റ് സന്ദർശിക്കാനായി നേരത്തെ ഇറങ്ങിയിരുന്നു. 6 മണിയോടെ ഓഫീസിൽ മാധവും ദിയയും മാത്രമായി. മാധവ് തന്റെ ക്യാബിനിലിരുന്ന് അടുത്ത ആഴ്ചയിലേക്ക് ഷെഡ്യൂളുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാൻട്രിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടത്. അവൻ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. വർക്ക് സ്റ്റേഷനിൽ ദിയ ഒറ്റയ്ക്കിരുന്ന് എന്തോ വരയ്ക്കുകയാണ്. ജനലിലൂടെ അടിച്ചു കയറുന്ന തണുത്ത കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടെ അത് വശങ്ങളിലേക്ക് ഒതുക്കി വെച്ച് തന്റെ ഡ്രോയിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മാധവ് സാവധാനം അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. ദിയ, സമയം 6:30 പോകുന്നില്ലേ? ദിയ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. അവൾ മാധവിനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ റിസപ്ഷൻ ഏരിയയുടെ ലേഔട്ട് ഒന്നുകൂടി ഫൈനൽ ചെയ്യുകയായിരുന്നു. നാളേക്ക് വെച്ചാൽ സമയം കിട്ടില്ല. അവൾ ലാപ്ടോപ്പിലെ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു. ഇന്നിനി കൂടുതൽ വർക്ക് ചെയ്യണ്ട. ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും സ്ട്രെസ് എടുക്കരുത്. മാധവ് അവളുടെ ടെക്സ്റ്റ് ബുക്കുകളും ഡ്രോയിങ് ഷീറ്റുകളും വശത്തേക്ക് നീക്കി വെച്ചു. തീരെ വയ്യാത്ത അവസ്ഥയിൽ ജോലി ചെയ്ത വർക്കിന്റെ ക്വാളിറ്റി പോകും. വാ, നമുക്കൊരു കാപ്പി കുടിക്കാം. ദിയ ഒരു നിമിഷം അവനെ അമ്പരപ്പോടെ നോക്കി. പിന്നീട് അവളുടെ മുഖത്ത് ഒരു കൊച്ചു ചിരി തെളിഞ്ഞു. ഓക്കെ, ചീഫ് ആർക്കിടെക്റ്റ് പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
അവൾ എഴുന്നേറ്റു. ഓഫീസിന്റെ താഴത്തെ നിലയിലുള്ള ചെറിയ കോഫി ഷോപ്പിലേക്ക് അവൾ നടന്നു. പുറത്ത് മഴയുടെ ശക്തി കൂടിക്കൂടി വരികയായിരുന്നു. റോട്ടിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. കോഫി ഷോപ്പിലെ ഒരു കോർണർ ടേബിളിൽ അവൾ ഇരുന്നു കൊണ്ട് 2 കപ്പ് ചൂടുള്ള ഫിൽട്ടർ കോഫി ഓർഡർ ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റം ചോദിച്ചു വാങ്ങിയതാണെന്ന് ഹരി പറഞ്ഞു. എന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു ഡിസിഷൻ? മാധവ് കാപ്പിക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദിയ തണുത്ത കാറ്റിൽ ആശ്വാസം കണ്ടെത്താനെന്നോണം കാപ്പിക്കപ്പിൽ 2 കൈകളും ചേർത്തു പിടിച്ചു. ബാംഗ്ലൂർ ഒരു ഫസ്റ്റ് ലൈഫാണ് മാധവ്. അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു തരം ഓട്ടം. എനിക്കും കുറച്ചുകൂടി ശാന്തമായ മഴയും പച്ചപ്പുള്ള ഒരു സ്ഥലം വേണമെന്ന് തോന്നി. ഇവിടെ എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ ഒരു പഴയ വീടുണ്ട്. അതിലുപരി എനിക്കെന്തോ കൊച്ചിയോട് പണ്ടേ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവൾ ദൂരേക്ക് നോക്കി പറഞ്ഞു. ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ? ഇല്ല, ഇവിടെ ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റം ഞാൻ ആസ്വദിക്കുന്നത്. സ്വയം കണ്ടെത്താൻ ഇതൊരു നല്ല വഴിയല്ലേ? അവൾ മാധവനെ നോക്കി കണ്ണു ചിമ്മി. മാധവന് അവളുടെ ആ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു പുതിയ നഗരത്തിൽ വന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം പ്രശംസനീയമാണ്. ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വേണ്ട. ഈ സിറ്റിയിലെ ആളുകൾ പാവങ്ങളാണ്. പിന്നെ ഓഫീസിൽ ഹരിയും അനന്യയും ഒക്കെ നല്ല കമ്പനിയാണ്, മാധവ് പറഞ്ഞു. അയിനോ, പിന്നെ ഇപ്പോ മാധവ് ഉണ്ടല്ലോ, അവൾ വളരെ സ്വാഭാവികമായി പറഞ്ഞു. ആ വാചകം മാധവിന്റെ ഉള്ളിൽ ഒരു ചെറിയ തരംഗം സൃഷ്ടിച്ചു. അവൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി പുറത്തേക്ക് മഴയിലേക്ക് നോക്കി. പെട്ടെന്നാണ് പുറത്തുനിന്നും ഒരു ശക്തമായ കാറ്റടിച്ചത്. കോഫി ഷോപ്പിന്റെ തുറസായ ഭാഗത്തു നിന്നും മഴത്തുള്ളികൾ അകത്തേക്ക് തെറിച്ചു വീണു. ദിയ അറിയാതെ ഒന്ന് വിറച്ചുപോയി. അവൾ തണുപ്പ് താങ്ങാനാവാതെ കൈകൾ കൂട്ടിക്കരുതി. മാധവൊന്നും ആലോചിച്ചില്ല. അവൻ താൻ ധരിച്ച ഡാർക്ക് ബ്ലൂ ബ്ലേസർ അഴിച്ചു കൊടുത്തു. സാവധാനം അത് ദിയയുടെ തോളിലേക്ക് പുതപ്പിച്ചു കൊടുത്തു. ദിയ ഞെട്ടി മാധവിനെ നോക്കി. അവരുടെ മുഖങ്ങൾ തമ്മിൽ വളരെ അടുത്തായിരുന്നു. മാധവിന്റെ കൈകൾ അവളുടെ തോളിൽ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. മാധവ് വേണ്ടായിരുന്നു, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഇരിക്കട്ടെ ദിയ, പുറത്ത് നല്ല തണുപ്പുണ്ട്. നിനക്ക് പനി പിടിച്ചാൽ നാളെ ഓഫീസിൽ ആര് ജോലി ചെയ്യും? അവൻ തികച്ചും പ്രായോഗികമായ ഒരു കാരണമാണ് പറഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിലെ ആർദ്രത ദിയ തിരിച്ചറിഞ്ഞു. അവൾ ആ ബ്ലേസറിന്റെ ചൂടുകളിലേക്ക് ഒതുങ്ങി നിന്നു. ആ കോട്ടിന് മാധവിന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു, ഒരുതരം ചന്ദനത്തിന്റെ മണം. താങ്ക്സ്, അവൾ തികച്ചും ആത്മാർത്ഥമായി പറഞ്ഞു. അവർ രണ്ടുപേരും പിന്നീട് ഒന്നും സംസാരിച്ചില്ല. പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദവും കാപ്പിക്കപ്പിൽ നിന്നും ഉയർന്ന ആവിയും അവർക്കിടയിൽ രൂപപ്പെട്ട നിശബ്ദതയും ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. താൻ ഇതുവരെ അനുഭവിക്കാത്ത ഏതോ ഒരു വികാരം തൻ്റെ ഉള്ളിലേക്ക് പടരുന്നതായി മാധവ് അറിഞ്ഞു. വർഷങ്ങളായി കല്ലിച്ചു പോയ തൻ്റെ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു ചെറിയ സ്പന്ദനം തുടങ്ങിയിരിക്കുന്നു. മഴ തോരാൻ ഇനിയും സമയമെടുക്കുന്നതുപോലെ അവരുടെ കഥയും ഇവിടെ തുടങ്ങുകയായിരുന്നു. സാവധാനം, വളരെ സ്വാഭാവികമായി. തുടരും.